ഇവിടെ നോക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഭംഗി നോക്കി മനസ്സിലാവുന്നത്. അണ്ണാ ഇത് വൺ വേ ഇപ്പി പോകണമോ? വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇതിപ്പം നമ്മുടെ കൊടൈക്കനാൽ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ്. സമയം ഉച്ചയ്ക്ക് 2 മണിയാകാറായി. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ഞാൻ അവിടെ വന്ന് നമ്മുടെ സ്റ്റേ എടുത്തിനകത്ത് വന്നു. അതിനുശേഷം എൻ്റെ കൊളീഗ്സ് കുറച്ച് പേരുണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവരുടെ കൂടെ ആയിരുന്നു ഇടയ്ക്ക് ഇവിടെ അടുത്ത് കുറച്ച് സൈറ്റ് സീയിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നടന്നു. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെയും ഞങ്ങൾ ഇവിടെ അടുത്ത് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. ഞാൻ പോകുന്നത് നമ്മുടെ മന്നവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മന്നവന്നൂർ പൂമ്പാറ ആ ഒരു ഏരിയക്കടയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാനാണ് ജസ്റ്റ് റൈഡ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ കൊടൈക്കനാൽ വരണം. വന്നിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് മല ഇറങ്ങേണ്ടത്. ഏകദേശം ഒരു 4:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് കൊടൈക്കനാൽ വരണം എന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്താണെന്നറിയത്തില്ല, പോയി നോക്കാം എന്താണല്ലോ. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്, വഴിയിൽ അത്യാവശ്യം തിരക്ക് കാണുമായിരിക്കും. ഇപ്പോൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തായിരുന്നു സ്റ്റേ. ഇന്നലത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൈകിട്ട് 13 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇന്നിപ്പോൾ ഉച്ചയാണെങ്കിലും വെയിലും ഉണ്ട്, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് പുറത്തിയാടി. അപ്പോൾ നമുക്ക് 31 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഈ റൂട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മന്നവന്നൂരിലേക്ക് മാത്രമല്ല, ഈ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടുത്തെ റോസ് ഗാർഡൻ, പിന്നെ ഗുണ കേവ്, പിന്നെ മൊയർ പോയിൻറ്റ് സംതിങ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം അടുത്തടുത്താണ്. ഈ റൂട്ടിൽ തന്നെയാണ്. ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4-5 സ്പോട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം. റോസ് ഗാർഡൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇടത്തോട്ട് കാണുന്ന അങ്ങോട്ട് ഇറക്കി പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലും പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഉള്ളിടത്ത് 30 രൂപ മറ്റാണ് എൻട്രി ഫീസ്. റോസ് ഗാർഡൻ കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളൊരു പൈൻ ഫോറസ്റ്റിനുള്ളിലേക്കിട്ടാണ് കയറുന്നത്. 2 സൈഡ് നിറച്ച് പൈൻ മരങ്ങളാണ്. നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ വന്ന കൊടൈക്കനാലിലെ ടൗണിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ചെറിയ വെയിലടിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അതങ്ങ് മാറും. പിന്നെ മൊത്തം തണുപ്പാണ്. ഈ 2 സൈഡും പൈൻ ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പം വണ്ടിക്കൊക്കെ വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ സൈഡിലൊക്കെ നിർത്തി കുറച്ചൊരു ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകാം. പിന്നെ മെയിൻ പൈൻ ഫോറസ്റ്റ് എൻട്രി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഗുണാക്കേവിലേക്ക് പോകുന്നതിന് ഗുണാക്കേവിന് തൊട്ട് മുമ്പായിട്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് അതിക്രമിച്ച് കിടക്കരുത്, ചെക്ക് ചെയ്യുക എൻട്രി ഉള്ളതാണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതായതുകൊണ്ട് നമുക്ക് ഇനി ചിലപ്പോൾ ഫൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്താണെങ്കിലും ഈ റൂട്ടിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അന്യായം. നല്ല രീതിയിൽ തണുപ്പടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ യു-ടേൺ എടുത്ത് നേരെ താഴോട്ട് പോകും. നിങ്ങൾക്ക് ഗുണാക്കേവിലേക്ക് പോകണമെങ്കിലും ആ കാണുന്ന ലെഫ്റ്റിലോട്ടുള്ള വഴി. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ നേരെ കാണുന്ന വഴിയാണ് ഗുണാക്കേവിലേക്ക്. ഞാനിപ്പം പൂമ്പാറയ്ക്കുള്ള റൂട്ടിലോട്ട് കയറി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ കേട്ടിടത്തോളം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് റൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊരു സ്പോട്ടെന്ന് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പൂമ്പാറ വില്ലേജിൻ്റെ ഒരു ദൂരത്തു നിന്നുള്ളൊരു വ്യൂ, പിന്നെ നമുക്ക് ഈ വില്ലേജിലേക്ക് പോകുന്നത് എനിക്ക് താല്പര്യമുള്ളൊരു കേസായതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വില്ലേജുകളിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഈ റൈഡ് നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഓൾമോസ്റ്റ് പൈൻ ഫോറസ്റ്റ് ആണ് ഈ പോകുന്ന വഴിക്കെല്ലാം. 2 സൈഡും പൈൻ ഫോറസ്റ്റാണ്. നിങ്ങൾ ആ ഗുണാക്കേവിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ശരിക്കും നമുക്ക് ആ പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോകാം. നല്ല വലിയ മരങ്ങളാണ് അവിടെ.
റൂട്ടിൽ വൈൽഡ് ആനിമൽസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നിയത്. ഇന്ന് ഞായറാഴ്ച കൊണ്ടായിരിക്കും എനിക്കൊന്ന് ഈ റൂട്ടിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ടികളെ കാണുന്നുണ്ട്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ അപ്പുറത്തെ വശത്ത് കൂടെയാണ് നമുക്ക് എൻട്രി. ഇവിടെയൊക്കെ വേലി വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും ഇതിലെ വരുന്നവർ ഇങ്ങോട്ടൊന്നും കയറാതിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകേണ്ടതുകൊണ്ട് അവർ വരുന്നില്ല. അവരിപ്പോൾ നേരെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു. അവർ ഇവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകും. അപ്പം ഞാനിങ്ങനെ പ്ലാൻ പറഞ്ഞു. പിന്നെ എന്തായാലും ഇവിടുന്ന് അവർക്ക് വേറെ റൂട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹൈവേയിലേക്ക് കയറാം. തിരിച്ച് നമ്മൾ കൊടൈക്കനാൽ വന്നാലേ ഉള്ളൂ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ വരുന്ന കാര്യം അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഞാനെന്തായാലും നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് പോകണം തന്നെയായിരുന്നു. ഇവിടെ എന്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയേക്കാം. തെറ്റില്ല. പളനിമല വ്യൂ പോയിൻ്റ് എന്നാണ് എൻ്റെ പേര്. നമുക്ക് പോകാം. സമയമില്ല. അതിൻ്റെ പേര് പളനിമല വ്യൂ പോയിൻ്റ് എന്നാണ് കേട്ടോ. നല്ല റിവ്യൂ ആയിരുന്നു. ഒരു 5 മിനിറ്റ് വരെ സ്പെൻഡ് ചെയ്യാം. അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അല്ല ന്യൂഡിൽസ് ഓംലെറ്റ് അങ്ങനെ എന്തൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൂമ്പാറയ്ക്ക് ഇനി ഏകദേശം 4 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. പൂമ്പാറ വില്ലേജിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. പിന്നെ നമുക്ക് പയ്യെ നമ്മുടെ മന്നവന്നൂരിലേക്ക് പോകാം. 15 കിലോമീറ്റർ കൂടെ ഉണ്ട്. പൂമ്പാറയ്ക്ക് നമുക്ക് ഇവിടെ തിരിഞ്ഞു പോകണം. കൂക്കൽ 16. ഈ കൂക്കൽ, മന്നവന്നൂർ, പൂണ്ടി എന്നൊക്കെ പറയുന്ന ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി പൂണ്ടി വരെ പോകാം, പോയിട്ട് തിരിച്ചു വരാം. മന്നവന്നൂർ കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കൊടൈക്കനാലിന് ടൗണിന് പുറത്തോട്ട് വരണം. ഞാനിപ്പോൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഞാനത് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ഭംഗിയാണ്. ഒന്നും പറയാനില്ല. 2 സൈഡിൽ പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് ആണ്. റോഡും അടിപൊളി. പിന്നെ ഭയങ്കര തണുപ്പും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സമയം 3 മണിയായി. അതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊരു ഓപ്പൺ സ്പേസ് ആണ്. ഒരു രക്ഷയില്ല. നിങ്ങളെന്ത് കൊടൈക്കനാൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ റൂട്ടിലൊന്നും സഞ്ചരിക്കാതെ പോകരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാൽ നിങ്ങൾ നോക്കണ ലേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും അവർ നേരെ ഈ ലേക്കും അതിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടായിരിക്കും പോകുന്നത്. ആൾക്കാരങ്ങനെ ഇങ്ങോട്ടങ്ങനെ അധികം വരാറില്ല. എനിക്കൊന്ന് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരിക്കണം. ഇപ്പോൾ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇത് ഞായറാഴ്ച കൂടെയാണ് ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ ഇത് എന്തുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡാണ്. എനിക്ക് ഒറ്റ കാര്യത്തിൽ വിഷമമുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരാൻ കുറച്ച് ലേറ്റായി. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് കൊടൈക്കനാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്കാണ്. കുറച്ച് നേരത്തെ ഒരു 12 മണിക്കെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ലപോലെ സൈഡിലൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ എൻജോയ് ചെയ്ത് പോകാമായിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ചൊരു ധൃതി പിടിച്ചാണ് പോകുന്നത്. അവിടെ ഞാൻ ഇടയ്ക്കൊന്നും അങ്ങനെ നിർത്തിയിട്ടില്ല. ഇടയ്ക്ക് നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം എങ്ങനെയെങ്കിലും നമുക്ക് മന്നവന്നൂർ എത്തണം. മന്നവന്നൂർ ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് നിർത്താത്തത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നേരെ നമുക്ക് മന്നവന്നൂർ പോകാം. മന്നവന്നൂർ പറ്റുമെങ്കിൽ ലേക്കിൻ്റെ അവിടെയൊക്കെ കയറി കുറച്ച്
ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോയി തിരിച്ചു വരാം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ കൂക്കൽ ലേക്ക് 5 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ മന്നവന്നൂരാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയേക്കാം. നമ്മൾ മന്നവന്നൂർ ലേക്കിലൊക്കെ എൻട്രൻസ് കയറി. ബാറ്ററി തീർന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള അവസാനത്തെ കുറച്ച് വാങ്ങലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലേക്ക് കണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു പോകും. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ബോട്ടിങ്, ഹോഴ്സ് റൈഡിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തോ ട്രെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതിവിടെ കോൺടാക്ട് ചെയ്താലേ അറിയത്തുള്ളൂ. പിന്നെ ചെറിയ സ്നാക്സും സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടൈക്കനാൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ഇവിടെ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പയ്യെ ഇവിടെ നിന്ന് യാത്ര തുടരാം. മന്നവന്നൂർ ലേക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ തിരിച്ചു പോകണം. തരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസമൊക്കെ ആകാറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തന്നെ അത്രയ്ക്കൊരു ഗ്രീനറി അങ്ങോട്ട് വന്ന് ഗ്രീനറി ഉണ്ട്. എന്നാലും എന്താ പറയുന്നത്, ഈ ഒരു വേനൽക്കാലത്തിൻ്റെ തുടക്കം നമുക്ക് അവിടെ അറിയാനുണ്ട്. പുൽമേടുകളൊക്കെ ചെറിയ രീതിയിൽ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു ഡിസംബറിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്താണേലും മന്നവന്നൂർ ടൗണ് അവിടെ ആ കാണുന്ന ഭാഗത്താണ് മന്നവന്നൂർ ടൗൺ. ഈ താഴോട്ട് കിടക്കുന്ന വഴിയാണ് മന്നവന്നൂർക്ക്. നമ്മൾ നേരെ പോകും. കോയമ്പത്തൂർ 202 കിലോമീറ്റർ. ഇവിടെ കൂക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. വന്യ വൈബാണ് കേട്ടോ. സമയം 4 മണിയായി. നല്ല രീതിയിൽ തണുപ്പുണ്ട്. മൊത്തം ഈ പൈൻ ഫോറസ്റ്റും ഇതൊക്കെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് തണുപ്പടിക്കുന്നുണ്ട്. അടുത്ത തവണ കൊടൈക്കനാൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മന്നവന്നൂരും അല്ല ഈ കൂക്കൽ ലേക്കും എല്ലാം വീണ്ടും ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ഇന്ന് എല്ലാം വളരെ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. നമുക്ക് അവിടെ ഇടയ്ക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റിയ നല്ല കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ സമയം എടുത്ത് വരണം. ഇങ്ങോട്ടേക്ക് തന്നെ ഒരു ഹാഫ് ഡേ മാറ്റി വെച്ചാലും ഒരു നഷ്ടമില്ല അതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചകളാണ് ഈ പോകുന്ന റൂട്ട് തന്നെ. ഞാനിപ്പോൾ ഇവിടെ നിർത്തി 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് നമുക്ക് വണ്ടിയുടെ ഒരു പടം എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്തി നമുക്ക് 2 പടമൊക്കെ എടുത്തിട്ട് പയ്യെ പോവാം. ഈ ആദ്യമായിട്ട് ഈ മരം ഇത്ര അടുത്ത് താന്ന് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ നിർത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നേരെ ഇങ്ങ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാമറ നമുക്ക് ഓഫ് ചെയ്യാൻ തോന്നത്തില്ല, അതുപോലെ ഭംഗിയാണ്. ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്യ ക്ലൈമറ്റ്. തണുത്തിട്ട് രക്ഷയില്ല. ഞാൻ ജസ്റ്റ് അവിടെ നിന്നപ്പോൾ പോലും അത്യാവശ്യം തണുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. പോകുന്നതിന് മുമ്പ് പൂമ്പാറയുടെ വ്യൂ ഒന്നുകൂടെ എടുത്തിട്ട് പോയേക്കെന്ന് വിചാരിച്ച്. ഇവിടെ നോക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. 2 ഫോട്ടോയും കൂടെ എടുത്തേക്കാം. ഒരു രക്ഷയില്ല മോനെ. പൂമ്പാറ വ്യൂ പോയിൻ്റ് അവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേയിൽ കുറേ നേരം ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത്. കുറച്ച് ലേറ്റായി, സമയം 6 മണിയായി. ഇപ്പോഴാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പം കൊടൈക്കനാലിൽ നിന്ന് ഒരു 6 മണിക്കൂർ കാണുമായിരിക്കും.
ഗൈസ് ഫാമിലി തിരിച്ച് കൊടൈക്കനാലെത്തി. ഇനിയിപ്പോൾ നേരെ വിട്ടു പോവാണ്. ശരിക്കും ലേറ്റായി. തിരിച്ച് കൊടൈക്കനാലെത്തി. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ചായ കുടി എങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ചായ കുടിച്ചു. ഏത്തക്ക ബജിയും കഴിച്ചു. ഇനി അതിലാണ് അടുത്ത 1-2 മണിക്കൂർ പിടിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മന്നവന്നൂർ പോയതല്ലാതെ വേറെ പരിപാടികളൊന്നും വർക്കൗട്ടായില്ല. അതുകൊണ്ട് ഈ വീഡിയോയ്ക്കത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഈ മന്നവന്നൂർ റൈഡിൻ്റെ ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണെങ്കിലും പിന്നീട് ഒരിക്കലും കൊടൈക്കനാൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മന്നവന്നൂരും പൂമ്പാറയും വിട്ടുപോയ കൂക്കൽ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എന്താണെങ്കിലും ഞാൻ വീണ്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇന്നിപ്പം വിചാരിച്ച പോലെ കാര്യങ്ങൾ മൊത്തത്തിൽ നടക്കാത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഇറങ്ങി നേരെ മന്നവന്നൂർ പൂമ്പാറയെല്ലാം പോയി തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങി തേനി ചെന്നിട്ട് വൈഗ ഡാമിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ലേറ്റായിട്ട് ഇറങ്ങി, ഞാൻ തന്നെ ആ പ്ലാനെല്ലാം കൊളാക്കി. ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മന്നവന്നൂർ വരെ പോയതൊരു നല്ല റൈഡായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതുമാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.